അശ്വിനി എ എന്ന ഇൻഫ്ലുവൻസറെ കുറിച്ച് എത്ര പേർക്കറിയാം? ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 2 ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള അശ്വിനി എ എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് അത്രമാത്രം സംസാരിക്കാനുണ്ടോ? ഉണ്ട്, പറയാം. അപ്പോഴും നിങ്ങൾ ചോദിക്കും, ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇത്ര പ്രത്യേകത? ഇതൊക്കെ നോർമലി എല്ലാവരും കാണിക്കുന്നതല്ലേ? 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഇപ്പോൾ നോർമലി എല്ലാ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനുമുള്ള ഫോളോവേഴ്സ് കൗണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനോ ഇപ്പോൾ ഒരു സിനിമ ആർട്ടിസ്റ്റിനോ വിചാരിച്ചാൽ കിട്ടാത്ത ഒരു എമൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അശ്വിനി എ എന്ന് പറയുന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. ഈ ഒരു വ്യക്തിയെ അറിയുന്ന ഒത്തിരി അധികം പേരുണ്ടാവും. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു എമൗണ്ട് വാരിക്കൂട്ടുന്ന ഒരു സ്ത്രീയാണെന്ന് പലർക്കും അറിയില്ല. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്ക് അറിയാം, യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ മോണിറ്റൈസേഷൻ വഴി പണം കിട്ടുന്നത് പോലെ ഇൻസ്റ്റഗ്രാം വഴി പണം കിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ വഴിയോ അല്ലാതെയൊന്നും പണം കിട്ടില്ല. മറ്റു പല മാർഗത്തിലൂടെയും പണം സമ്പാദിക്കാനും പറ്റും. പണമുണ്ടാക്കാവുന്ന ഒരു പ്രധാന മെത്തേഡ് ആണ് ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരാളുടെ അക്കൗണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിക്ക് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പോലെ ട്യൂഷൻ ഫീസായിട്ട് ഓരോ മാസവും നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഇടുന്ന ഒരു പ്രത്യേക തരം വീഡിയോ ഉണ്ടാവും. ആ പ്രത്യേക ലക്ഷണങ്ങളുള്ള വീഡിയോ കാണാനായിട്ട് പലരും മുന്നോട്ട് വരും. അത് അങ്ങനെയാണല്ലോ വേണ്ടത്. ഈ പറയുന്ന വീഡിയോ കാണാനായിട്ട് ജനങ്ങൾ ഇവരുടെ ചാനൽ ഇത്ര എമൗണ്ട് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത്, അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഏകദേശം 13,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരേ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഈ പറയുന്ന അശ്വിനി എ. ഇപ്പോൾ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവരെങ്ങനെയുള്ള വീഡിയോ ആണ് അതിലൂടെ അവതരിപ്പിക്കുന്നത്, ഇവരെങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവരുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും പ്രതിമാസം 390 രൂപയാണ് ഇവരുടെ വീഡിയോസ് കാണാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഏകദേശം 13,000-ത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോരോ മിനിറ്റ് അനുസരിച്ചുകൊണ്ട് ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 13,000 സബ്സ്ക്രൈബേഴ്സ് 390 രൂപ വീതം കൊടുത്ത് എടുക്കുന്ന സമയത്ത് പ്രതിമാസം 51 ലക്ഷം രൂപ ഇൻസ്റ്റാഗ്രാമിലൂടെ സമ്പാദിക്കുന്ന കേരളത്തിൽ തന്നെ ഒരേ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അശ്വിനി. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെടും. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒത്തിരി പേരുണ്ട്. അതിൽ തന്നെ സിനിമയിലുള്ളതും ഫേമസ് ആയിട്ടുമുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് പോലും ഇതിൻ്റെ 10-1 വരുമാനം പോലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോഴാണ് അശ്വിനി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ചില വീഡിയോസ് തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഷെയർ ചെയ്തുകൊണ്ട് 51 ലക്ഷം രൂപ പ്രതിമാസം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ പറയുന്ന അശ്വിനി എന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിലൂടെ തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യപ്പെടുന്നത് നമ്മളൊന്നും കാണിക്കുന്നത് പോലെയുള്ള റീൽസോ പിന്നെ മറ്റു സോഷ്യൽ സ്റ്റഡീസോ മാത്തമാറ്റിക്സോ ഒന്നുമല്ല. പുള്ളിക്കാരത്തി ചില കുൽസിത വീഡിയോസുകളാണ് ഷെയർ ചെയ്യുന്നത്. ഏത് പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള കുൽസിത വീഡിയോസ് ഇപ്പം മനസ്സിലായില്ലേ? ഇത്തരം വീഡിയോസ് എത്ര പണം മുടക്കിയും കാണാൻ നമ്മൾക്കിടയിൽ ആൾക്കാരുണ്ട്. അതിൻ്റെ പൂർണ്ണ എക്സാമ്പിൾ ആണല്ലോ ഈ പറയുന്ന 13,000 സബ്സ്ക്രൈബേഴ്സും ഈ കിട്ടുന്ന പ്രതിമാസം 51 ലക്ഷം രൂപയും.